നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണി ഏറെക്കുറെ സ്ഥിരത കാണിച്ച വാരമാണ് കടന്നു പോകുന്നത്. ശ്രദ്ധേയമായ വാരം തന്നെയായിരുന്നു. 7500 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. ഏറെക്കുറെ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ ചെറിയ നേട്ടങ്ങളുണ്ടായി. നിരവധി അനുകൂല ഘടകങ്ങളും ഈ വാരത്തിലെല്ലാം വിപണിക്ക് ഉണ്ടാവുകയും ചെയ്തു. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം ആരംഭിക്കുകയാണ്. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനെ തന്നെയാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ വാരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഒപ്പം തന്നെ അടുത്ത വാരത്തിൽ വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ, ഒപ്പം തന്നെ ഈ ലക്കം ലഭിച്ച കത്തുകൾ, ഇവയാണ് നമ്മൾ ഈ ലക്കത്തിൽ പരിശോധിക്കുന്നത്. ആദ്യം ഈ വാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഏറ്റവും ആദ്യം 7500 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പല തരത്തിലുള്ള ഘടകങ്ങൾ വിപണി ഈ വാരത്തിൽ സ്വാധീനിച്ചു. നിരവധി ആഗോള ഘടകങ്ങൾ, പ്രത്യേകിച്ചും FI വളരെ സജീവമായിട്ട് വീണ്ടും വിപണിയിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞ വാരം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. FIയുടെ ആക്ടിവിറ്റീസ് ഈ വാരം എങ്ങനെയുണ്ടായിരുന്നു? FIs വളരെ ആക്റ്റീവ് ബൈയിങ് മോഡിൽ തന്നെയാണ്. ബജറ്റിന് ശേഷമോ ഗ്ലോബൽ റിക്കവറിക്ക് ശേഷമാണോ എന്തായാലും FIs ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനുണ്ട്. അതുതന്നെയാണ് മാർക്കറ്റിൻ്റെ ഈ റൈഡിനുള്ളൊരു പ്രധാന റീസൺ. ഓവറോൾ സെൻറ്റിമെൻറ്റ്സിലൊരു മാറ്റം, അത് ഞാൻ പറഞ്ഞില്ല, അത് ചിലപ്പോൾ ബജറ്റായിരിക്കാം, അതല്ലെങ്കിൽ ഗ്ലോബലി വന്നിരിക്കുന്ന വളരെ ഷാർപ്പായുള്ള റിക്കവറി, അതിൻ്റെ റിഫ്ലക്ഷൻ, അതോടൊപ്പം FIസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അത് മാർക്കറ്റിനെ ഈ 7500 മുകളിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. വരും ദിവസങ്ങളിൽ നമുക്കൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞ കമ്മിങ് 2 വീക്സ് എന്ന് പറയുന്ന ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അപ്പർ സൈഡ് 7700 to 750 എന്ന് പറയുന്ന ഒരു അപ്പർ സൈഡും, അതുപോലെ ഡൗൺ സൈഡ് 7200 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് കമ്മിങ് 2 to 3 വീക്സ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബലി ഉണ്ടാകുന്ന ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി, ഗ്ലോബലി ഉണ്ടാകുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകും. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും ആ ഒരു വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യമായ മാർക്കറ്റിലൊരു ഫാളിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 7500 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. കഴിഞ്ഞ വാരം പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യത്തിലൊരു ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവ് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. SBI അടക്കമുള്ള സ്റ്റോക്കുകളിൽ വലിയ നഷ്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്കുകളായിരുന്നു. അതെല്ലാം ഒരു തിരിച്ചുവരവിൻ്റെ പാത കാണിക്കുകയും ചെയ്തു. പൊതുവെ ബാങ്ക് സെക്ടർക്ക് ഈ വാരം എങ്ങനെയായിരുന്നു? ബാങ്കിങ് സെക്ടറിൽ ഇത് ഒരു ഷാർപ്പായിട്ടുള്ള റാലിക്ക് ശേഷം മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, അത് ഹൈ നെറ്റ് വർത്ത് ക്ലയൻസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ടാണ് ആ ഒരു റിക്കവറിക്ക് ശേഷം ഈ വീക്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി, അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ്, അതിൻ്റെ കൺസോൾട്ടേഷൻ. അപ്പോൾ ഫർദർ മാർക്കറ്റിന് മൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഫണ്ട് ഫ്ലോ ആവശ്യമാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ല. ഒരു കാരണവശാലും ഫണ്ട് പുറത്തേക്ക് പോകുന്നില്ല, വീണ്ടും തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്കത് നെഗറ്റീവായിട്ട് കാണണ്ട. പക്ഷേ ബാങ്കിങ് സെക്ടറിൽ ഓവറോൾ പോസിറ്റീവ്, ആ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തു. ഇനി ഫർദർ എടുക്കുന്ന ഡിസിഷൻസ്, ഇപ്പോൾ റിക്കവറിക്കുള്ള സാധ്യതകൾ, ഇതൊക്കെ അനുസരിച്ച് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇപ്പോഴും ഒരു നെഗറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഈ NPA കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചു പിടിക്കാനുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വ്യക്തത വരുന്നതനുസരിച്ചും നമ്മളുടെ ഒരു 4th ക്വാർട്ടർ റിസൾട്ടിനനുസരിച്ചുമായിരിക്കും ഫർദർ ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. എന്നാലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ കുറച്ചും കൂടെ ബെറ്റർ ഷേപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് നമുക്ക് പോകുന്നത് വാല്യുവേഷൻ വൈസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ 4th ക്വാർട്ടർ റിസൾട്ടും സാധാരണഗതിയിൽ മോശമാകാനല്ലേ സാധ്യത? കാരണം NPA സംബന്ധിച്ചുള്ള കൂടുതൽ ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ 4th ക്വാർട്ടറും കുറച്ച് മോശം, പക്ഷേ എനിക്കൊന്ന് 3rd ക്വാർട്ടറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആക്ഷൻസൊക്കെ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു 2 ക്വാർട്ടർ കഴിയേണ്ട ആവശ്യം വരും. 2 ക്വാർട്ടറിന് ശേഷം വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത് തുടങ്ങും. ഇതൊരു ക്ലീനിങ് പ്രോസസ്സ്. ശരിക്കും ലോങ് റണ്ണിൽ ഇത് വളരെ നല്ലതാണ്. ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. RBI എടുക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്നു. ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് ഇനീഷ്യലി അത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കാം. പക്ഷേ പെയിൻഫുൾ ആണെങ്കിലും ലോങ് റണ്ണിൽ ആ സിസ്റ്റം ക്ലീൻ ചെയ്യുകയാണ്. അത് ഇപ്പോഴത്തെ വാല്യുവേഷൻ പ്രൈവറ്റ് സെക്ടർ അല്ല പബ്ലിക് സെക്ടർ ബാങ്കുകൾ വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ ചിലപ്പോൾ ഒന്നുകൂടെ ഒരു കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ലോങ് റണ്ണിൽ ഈ സ്റ്റോക്കൊക്കെ തന്നെ വളരെ ബെറ്റർ ഷേപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ സോണിൽ നിൽക്കുന്നത്
നമ്മളുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. അതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ബാക്കി സ്റ്റോക്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കോ PNB ബാങ്ക് ഓഫ് ബറോഡയൊക്കെ എടുക്കുമ്പോൾ തന്നെ അതൊക്കെ തന്നെ വാല്യൂഷൻ വളരെ ഫെയർ തന്നെയാണ്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞില്ല, ഫോർത്ത് ക്വാർട്ടർ കുറച്ചുകൂടി മോശമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ബോണി അജിയുടെ മെയിലാണ് ഏറ്റവും ആദ്യം എടുക്കുന്നത്. വലിയ ഒരു പോർട്ട്ഫോളിയോ ബോണി അയച്ചു നൽകിയിരിക്കുന്നത്. മണപ്പുറം, സ്റ്റോർ1, ITC, SBI, സിൻടെക്സ്, മോണറ്റ് ഇസ്പാറ്റ്, മാർക്സ് ആൻഡ് ഫേമ, അശോക് ലൈലൻഡ് തുടങ്ങി വക്രാഞ്ചി വരെയുള്ള ഒരു വലിയ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നത്. ഇതിൽ മണപ്പുറം ഫിനാൻസ് റിസ്ക് എടുക്കാൻ ഒരു റീസ്ട്രക്ചറിങ് പാതയിലാണ്. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ചും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ സ്റ്റോക്കിൽ ഒരു അപ്മൂവിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ടോട്ടൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരാനുള്ള സാധ്യത ഹൗസിംഗ് ഫൈനാൻസിലേക്ക് ഇവർ മൂവ് ചെയ്യുന്നു. ഓവറോൾ ഒരു റീസ്ട്രക്ചറിങ് നടക്കുന്നതുകൊണ്ട് മണപ്പുറം ഫൈനാൻസ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിളാണ്. വാല്യൂഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് വളരെ ഫെമിലിയർ ആയതും വളരെയധികം ആളുകൾ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അത് അല്ല, വളരെ ഹയർ വാല്യൂവിൽ നേരത്തെ വളരെ ഹയർ വാല്യൂവിൽ പോയൊരു സ്റ്റോക്കാണ്. ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപരെ സംബന്ധിച്ച് പേഷ്യൻസ് ഉള്ളവർക്ക് ഒരു 1 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് ലെവലിൽ അഡ്വൈസബിളാണ്. അഗൈൻ 30 and 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 25 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈവൻ 30 മാർക്കറ്റിലൊരു കറക്ഷൻ, ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന കറക്ഷൻ അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടാകും. അങ്ങനെ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 30 ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെക്നിക്കലി സപ്പോർട്ട് 25 കാണുന്നുണ്ടെങ്കിലും അതിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 40 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ചിലപ്പോൾ ഈ 40 ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് മണപ്പുറം ഫൈനാൻസിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ദെൻ സ്റ്റോർ1 റീറ്റെയിലാണ്. ഡെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റിസർവും ഉണ്ട്. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. റീറ്റെയിലാണ് ഫോക്കസ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് അഡ്വൈസബിളാണ്. 44 and 36 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു കമ്പനി തന്നെയാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ദെൻ ITC റേറ്റിംഗ് ഏജൻസിയൊക്കെ തന്നെ ബൈ റെക്കമെൻഡേഷൻസ് അഡ്വൈസ് ചെയ്യുന്നു. 375 ഒക്കെ ടാർഗറ്റ് പറയുന്നു. വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. 300 ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. അതുപോലെ 270 രണ്ട് സ്റ്റേജായി ഈ സ്റ്റോക്കിൽ. 270ലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 360 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒരു റിലീഫ് റാലി സംഭവിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാല്യുവേഷൻ ഫെയർ ആണ്. റീസ്ട്രക്ചറിങ് നടക്കുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നല്ലത്. 160 and 140 ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ ഇനി വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുക, ചെറിയ ചെറിയ കറക്ഷൻസ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അതിന് രണ്ട് സ്റ്റേജ് എന്ന് 140 ടാർഗറ്റ് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഗ്ലോബൽ ഇന്ത്യൻ ഇക്കണോമി സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. 210 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻടെക്സ് ആണ്. ആവറേജ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 65 and 60 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 90 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മോണറ്റ് ഇസ്പാറ്റ് ആണ്. ഡെറ്റ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകാം. 20 and 16 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 32 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ മാർക്സ് ആൻഡ് ഫാർമയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 40 and 30 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 70 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലേലൻഡ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 86 and 80 മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 106 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ദെൻ KCP ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വാല്യുവേഷൻ ഫെയർ ആണ്. 60 and 54 60 ലെവൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഞാൻ ഈ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ശ്രദ്ധിക്കുക. അത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ആ ലെവൽ വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാം. രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 82 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വേദാന്ത ഗവൺമെൻറ്
ഇപ്പോൾ എടുക്കുന്ന മെഷേഴ്സൊക്കെ തന്നെ കമ്പനി സംബന്ധിച്ച് ഫേവറബിൾ ആണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദർ അഡ്വൈസബിൾ ആണ്. ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് 75 and 60. അഗൈൻ ഇതും 75 and 60 എന്ന് പറയുന്നത് 60 എന്ന് പറയുന്ന മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്ന റേഞ്ചാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ടെക്നിക്കലി ഇമ്മീഡിയറ്റ് വരാവുന്നതും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 75 തന്നെയാണ്. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ നെക്ടർ ലൈഫ് സയൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാമെന്ന് വെച്ചാൽ ചെറിയ റിസ്ക് സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. 35 ലെവൽ ആൻഡ് 30 രണ്ട് സ്റ്റേജ് 30 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ വക്രാഞ്ചി വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇമ്മീഡിയറ്റ് 200 ലെവലിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 170 ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ഇതൊരു 170 എന്ന് പറയുന്ന വലിയ ഡിഫറൻസ് ഇതിലുണ്ട്. അതിനൊരു റീസൺ ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റേഴ്സ് ശരിക്കും ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ 7150 200 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 7150 ബ്രേക്ക് ചെയ്ത് ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ വീണ്ടും വളരെ ഷാർപ്പായുള്ള ഫോൾ വരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള പോസിബിലിറ്റി വളരെ ടെക്നിക്കലി മാർക്കറ്റ് 7200 തന്നെയാണ് ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വരാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. 7700 ആണ് നെക്സ്റ്റ് വീക്ക് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിന് ഉള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണമല്ലോ. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ഈ ബജറ്റിന് ശേഷവും FISൻ്റെ ആ ഫ്ലോയും ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന റിക്കവറിയൊക്കെ തന്നെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓവറോൾ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇപ്പം ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സൊക്കെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ രണ്ട് സ്റ്റേജ് നമ്മൾ പറയുമ്പോൾ ഈ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സെൽ ഓഫ് ഒരു ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് നമ്മൾ 147 ഒക്കെ വന്നതുപോലെ അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ പലപ്പോഴും ബ്രേക്ക് ചെയ്യുക പോലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് പോകുക. അതാണ് 7150 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന സപ്പോർട്ടും 7800 എന്ന് പറയുന്ന അപ്പർ സപ്പോർട്ട്. ഒരു 3 വീക്സ് ആ ഒരു ലെവൽ മൂവ് ചെയ്യാം. അപ്പോൾ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഈ സ്റ്റോക്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വലിയൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ നല്ലത് ഷോർട്ട് ടൈം പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്ത മെയിലിലേക്ക് പോകാം. ശ്രീ ജെ ജോണിൻ്റെ മെയിലാണ്. ബാറ്റ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ്, ഗ്ലോബൽ ഓഫ്ഷോർ ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബാറ്റ വാല്യുവേഷൻ ഫെയർ ആണ്, ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. 460 ലെവൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ടാണ്. ദെൻ 420 രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 540 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. എഗെയിൻ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഫർദർ എൻട്രി അഡ്വൈസബിൾ ആണ്. അപ്പോൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപർ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നന്നായിരിക്കും. 260 and 220 വരാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു ടാർഗറ്റ്. ദെൻ ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ് 40 and 35 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഗ്ലോബൽ ഓഫ് ഷോർ ഡെറ്റ് കൂടുതലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ലെവലല്ല. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 250 and 230 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ ഇതിൽ ബാറ്റയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ടാറ്റ സ്റ്റീൽ ഈ രണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ള മറ്റ് രണ്ട് സ്റ്റോക്കും അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിലൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് ഈ വളരെ ഷാർപ്പായിട്ട് ഫോൾ വരുമ്പോൾ മേടിക്കും, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് പോകുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും വരുന്നൊരു 3 to 4 monthsലേക്ക് നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ ഈ 4th quarter റിസൾട്ട് ഓവറോൾ ബെറ്റർ ആവുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മാർക്കറ്റിൽ റിക്കവറി സൈൻ കാണും. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്കൊരു ലോങ് ടൈം പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിലൊരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ അനൂപിൻ്റെ കത്താണ്. ഐഡിയ, വണ്ടർല, മദേഴ്സ് ആൻഡ് സുമി, ലുപിൻ, സൺഫോമ, ഏഷ്യൻ പെയിൻറ്റ്സ്, സി എൻ്റർടൈൻമെൻറ്റ്, KPIT, അർബിൻ ഫാർമ, ABB, കജാരിയ, സ്നോമാൻ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. മിക്ക സ്റ്റോക്കുകളും നഷ്ടത്തിലാണ്. ഇതിൽ വണ്ടർലയും KPIT മാത്രമേ അനൂപിന് നേട്ടം നൽകിയിട്ടുള്ളൂ എന്നാണ് മെയിലിൽ പറയുന്നത്. എന്തായാലും സന്തോഷം, 2 സ്റ്റോക്കെങ്കിലും പ്രോഫിറ്റ് തന്നു എന്നുള്ള ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അതൊരു ഭാഗ്യം തന്നെയാണ്.
പിന്നെ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ തരാവുന്നൊരു അഡ്വൈസ്. ഐഡിയ സ്പെക്ട്രം കേസ് നിലനിൽക്കുന്നു. ഇപ്പോൾ കുറച്ച് നെഗറ്റീവാണ്. വാല്യൂഷൻ ഫെയർ തന്നെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ വണ്ടർല ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 360 ആൻഡ് 340 നമ്മൾക്ക് ഫെമിലിയറായ സ്റ്റോക്കാണ്. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 410 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് വണ്ടർല. ദെൻ ഓരോ ക്വാർട്ടർ റിസൾട്ടും നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് തന്നെയാണ്. ദെൻ മദേഴ്സ് ആൻഡ് സുമി വാല്യുവേഷൻ ഫെയർ ആണ്, ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ചില ഇഷ്യൂസ് ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഫോക്സ് വാഗൻ റിലേറ്റഡ് 220, അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്രത്തോളം കറക്ഷൻ നേരിട്ടത്. 220 ആൻഡ് 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലൂപ്പിൻ വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 1750 ആൻഡ് 1680 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1950 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൺഫാർമ, ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എടുക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫിയറിൻ്റെ ആവശ്യമില്ല. കാരണം മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. ദെൻ സൺഫാർമയാണ് 820 ആൻഡ് 760 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 940 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് 850 820 രണ്ട് സപ്പോർട്ട് ലെവൽ. 940 ആണ്. ഈ സ്റ്റോക്കും ഏഷ്യൻ പെയിൻറ്റ്സും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ 940 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ദെൻ സി എൻ്റർടൈൻമെൻ്റ് ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്, ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 360 ആൻഡ് 340 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 440 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 440 ലെവൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ KPIT വാല്യുവേഷൻ ഫെയർ ആണ്. 120 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അരവിന്ദോ ഫാർമ, ഇതിന് ഫാർമ സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് എനിക്കൊന്ന് ലോസിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. അരവിന്ദോ ഫാർമ 670 ആൻഡ് 600 ഈ സ്റ്റോക്ക് അഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ഫാർമ സ്റ്റോക്ക് തന്നെയാണ് അരവിന്ദോ ഫാർമ. വാല്യുവേഷൻ ഫെയർ ആണ്. ഇപ്പോൾ ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പരിഗണിക്കാം. 800 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ABB നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. 1100 ആൻഡ് 1000 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന വളരെ നല്ല സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. 1250 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ കജാരിയ ഒരു ബൈ റെക്കമെൻഡ് ചെയ്യാവുന്ന വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 880 ആൻഡ് 820 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1020 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു റെസിസ്റ്റൻസ്. ദെൻ സ്നോമാൻ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ, മാനേജ്മെൻറ്റ് ലെവലിലുണ്ടായ ചില ഇഷ്യൂസ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചു. പക്ഷേ നല്ലൊരു സെക്ടറിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. 50 ആൻഡ് 44 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട സ്റ്റോക്കില്ല. എനിക്കൊന്ന് ബാങ്കിങ് സെക്ടർ ഇദ്ദേഹത്തിന് ലോസ് വന്നു എന്ന് പറയുന്നു. ബാങ്കിങ് സെക്ടർ ഇല്ലാത്ത ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ വാല്യുവേഷനിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ കുറച്ച് എക്സ്പോഷർ ഇതിലെടുക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് നിങ്ങൾ മെയിലുകൾ അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകർക്ക് ഈ സംശയങ്ങൾക്ക് മറുപടി നൽകും. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.